ഏറ്റം കടുപ്പമായി എനും റാവി വിളമ്പും അക്റബുൽ മുഖറബീൻ റസൂലുള്ളാഹ് താൻമയെ ആരംഭ തിരുഹൈമ കകം പുക്കൂരായും. അള്ളാഹിൻ്റെ ഹബീബ് ത്വഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൈമയിലിരുന്നു കൊണ്ട് അവിടുന്ന് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുജൂദിലായി രണ്ട് ചേരിയും ശക്തമായ പടയോട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബദറിൻ്റെ രണാങ്കണത്തിൽ. ആ സമയത്ത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് അവിടുന്ന് അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ തടിയേറ്റം ബാടിവുറ്റ നബി കൂടെ അത്തിക്കുന്ന താം ഒയ്യേ സാബാക്കൾ ഒരു തറയില്ലൈമയ്യേ സകലോരും ചാമർ പോക്ക് പൊരുതും നോരായും. അവിടെ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ തുടക്കമെടുത്ത പ്രിയപ്പെട്ട സ്നേഹിതൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളല്ലാതെ ഇല്ല. ആ ഹൈമയിൽ അവിടെ അങ്ങ് അല്ലാഹുവിൻ്റെ റസൂല് സുജൂദിലായി വീണ് ദുആ ചെയ്യുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് സമാധാനമില്ലാതെ അല്ലാഹുവിൻ്റെ റസൂല് ഹൈമയുടെ ബാബിൽ വന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നോക്കും, വീണ്ടും അങ്ങോട്ട് തന്നെ മടങ്ങും, വീണ്ടും ദുആ ചെയ്യും. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. രംഗം മഹാകോയി മൊയ്കുട്ടി വിവരിക്കുകയാണ്. ചുടറാറ്റൽ നേബി ആരി ചൂടെ ഭാഷൽ തന്നിൽ നിണ്ട് ചുരിദ പട കൊള്ളേ എതിർ പോരായും മെയ്യെ ചൊവ്വോടെ മടങ്ങിയും ഇരുന്തിടാമെൽ. അങ്ങനെ ഹബീബായ നബി തങ്ങൾ യുദ്ധക്കളത്തിൽ നടക്കുന്നതെന്തെന്നറിയാതെ സമാധാനമില്ലാതെ ഹൈമയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. വീണ്ടും അതാ ഉള്ളിലേക്ക് പോയിക്കൊണ്ട് സുജൂദിൽ വീട് ദുആ ചെയ്യുകയാണ്. ഇത് കണ്ട രംഗം കണ്ട മഹാനായ സിദ്ദീഖ് തങ്ങൾ പറയുകയാണ്, ഖുരത്ത് യാ റസൂലല്ലാഹ് വിലേം പോലീവർ ഈ താരം നായിത്ത് മെയ്യെ വിടുകാതെ ദുആ ചെയ്ത് ഇത് വേണ്ടല്ലോ. ഹബീബായ നബി തങ്ങളോട് സിദ്ദീഖ് പറയുകയാണ്, നബിയേ എന്തിനാണങ്ങ് ബേജാറാകുന്നത്? അല്ലാഹു നിങ്ങളുടെ കൂടെയില്ല നബിയേ, അതുകൊണ്ട് നിങ്ങൾ സമാധാനിക്കൂ നബിയെ. കുറഞ്ഞതുകൊണ്ട് തന്നെ അല്ലാഹു നിങ്ങളുടെ ഉത്തരം വിളി കേൾക്കുമല്ലോ നബിയേ. ഈ സമയം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂലിനെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും ജിഹമൂത്ത് സഹാബാക്കൾ അണി സ്വഫ് ദർശിത്ത് ഹായിറത്തായി അരിശാഗത്തിൽ മെയ്യെ ചെണ്ടുടൻ കിബിലാക്ക് മുഖം വിട്ടോരായി. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അതാ ആ ഹൈമയുടെ ബാബിലേക്ക് വരും. വാതിലിൽ വന്നുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നോക്കും, വീണ്ടും അങ്ങോട്ട് മടങ്ങും, വീണ്ടും സുജൂദിലായി ദുആ ചെയ്യും. ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് എന്ത് സംഭവിക്കുന്നതെന്നറിയണ്ടേ? മഹാക്കോയി മൊയ്ൻകുട്ടിയോ വിവരിക്കുകയാണ്. യുദ്ധക്കളം ആകെ പൊടിപടലങ്ങളാൽ അന്തരീക്ഷം മുഖരിതമായിരിക്കുകയാണ്. യുദ്ധക്കളത്തിൽ വെറും വാളിൻ്റെ കൂട്ടിമുട്ടുന്ന ശബ്ദങ്ങൾ മാത്രമല്ലാതെ അവിടെയൊന്നും കേൾക്കുന്നില്ല. ആകാശത്തേക്ക് പൊടിപടലങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ആളുകൾ ഉണ്ടാവുന്ന ഒരു കാഴ്ച തന്നെ കാണുന്നില്ല. ആ സമയം മഹാകോയി മൊയ്ൻകുട്ടി വേദിയിൽ പറയുന്നു, ചെന്തീട്ടരികറുകളെ ബീന ചെയ്യും ഷദീദാലെ, ബീന ചെയ്യും ഷദീദാലെ, ചെടാക്കു ഫിർവിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചെണ്ടകൾ തകുതിത മധുചവി പടയും കണ്ടിടെ കുറെ ഫൗസുകൾ വരചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെമ്മേ ഒരു ദൂര ആദിയിലുണ്ടേ ആദിയിലുണ്ടേ. അങ്ങനെ യുദ്ധം ശക്തമായി പട്ടക്കള്ളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതാ ഒരു
വ്യക്തി പതാകയും വഹിച്ചുകൊണ്ട് കുറേ ആളുകളുമായി യുദ്ധക്കളത്തിലേക്ക് വരികയാണ്. ആരാണ് അവനെന്നറിയണ്ടേ? അടുത്ത എപ്പിസോഡിൽ.